നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്നവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ മുഖത്ത് നന്നായിട്ട് തുടുക്കുന്നില്ല, അല്ലെങ്കിൽ ശരീരത്തിന് വലിയ തുടുപ്പൊന്നും തോന്നുന്നില്ല, മുഖത്തിന് അത്രയ്ക്കും ഭംഗി പോരാന്ന് തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല തുടുപ്പുണ്ടാവാനും അത്യാവശ്യം കവളിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ കവളൊക്കെ വെപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ മുഖത്തിനൊക്കെ നല്ല തുടുപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇന്ന് നമുക്ക് പെട്ടെന്ന് നിന്ന് നോക്കാം കേട്ടോ. ഹായ് ഗേസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ തടി കുറവുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് സ്കെൽറ്റി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ തീരെ ഒട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ സ്കെൽറ്റായിട്ട് അല്ല വണ്ണം വെച്ചിരിക്കുന്നവരുടെ വണ്ണം എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ വയറെങ്ങനെ കുറയ്ക്കാം എന്ന വീഡിയോ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കെൽറ്റായിട്ടിരിക്കുന്നവർക്ക് കുറച്ച് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് തുടുത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പണ്ട് ഒരു 5-6 വർഷം മുമ്പ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കെൽറ്റായിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. സ്കെൽറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതുപോലെ സ്കെൽറ്റായിരുന്നു കേട്ടോ. എന്നിട്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 40 കിലോ അത്രയൊക്കെ ഉള്ളൂ എനിക്ക്. കാരണം അത്രയും സ്കെൽറ്റാണ് ഞാൻ. എനിക്ക് എന്നിട്ട് തടി വെക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ നമ്മുടെ പഴങ്കഞ്ഞി ഉണ്ടല്ലോ, പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ട്. അതായത് തലേദിവസം ചോറിൽ വെള്ളം ഒഴിച്ചിട്ട് ഉള്ളിയും തൈരൊക്കെ ഒഴിച്ച് വെച്ചിട്ട് കഴിക്കുമല്ലോ, അങ്ങനെ ഞാൻ പഴങ്കഞ്ഞി വരെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പഴങ്കഞ്ഞി കുടിച്ചിട്ട് 3 ദിവസം അടുപ്പിച്ച് കുടിച്ചിട്ട് 4ാമത്തെ ദിവസം പനി പിടിച്ച് കിടപ്പിലായതോടുകൂടി എനിക്ക് വണ്ണം വെക്കണം എന്നാഗ്രഹം മൊത്തത്തിൽ പോയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വണ്ണം വെക്കുന്നത് പറഞ്ഞാൽ കുറച്ചധികം മെഡിസിൻസ് ഒക്കെ എടുത്ത് എനിക്കൊരു വയ്യായ്ക വന്നപ്പോഴാണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡിങ്ങും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചത്. പിന്നെ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് തത്രപ്പാടുകളായിരുന്നു. അപ്പം നമുക്ക് നല്ല സ്കെൽറ്റ് ആയിട്ടിരിക്കുന്നവർക്ക് പൊണ്ണത്തടി വെക്കാം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിലും സ്കെൽറ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഒന്ന് തുടുത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പോംവഴികളുണ്ട് കേട്ടോ. കുറച്ച് ടെക്നിക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കെൽറ്റ് ആണെങ്കിലും അവള് സ്കെൽറ്റ് ആണെങ്കിലും അവളെ കാണാൻ എന്നെ അടിപൊളിയാ, അവളെ കാണാൻ ലുക്കാട്ടോ, അവളുടെ മുഖം കണ്ടില്ലേ ഇന്ന തുടുത്തായിരിക്കണം. സ്കെൽറ്റ് ആണെങ്കിലും അതൊക്കെയാ വേണ്ടതെന്ന് നമ്മളാണെങ്കിലും പറയും കേട്ടോ. അതുപോലെ സ്കെൽറ്റ് ആയിട്ടുള്ളവരുടെ മുഖവും ശരീരവും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തുടുത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോണത്. ഇനി തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് അത്യാവശ്യം ഒന്ന് ശരീരം മൊത്തത്തിൽ തുടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പാല് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അത്യാവശ്യം നന്നായിട്ട് തുടുത്ത് കിട്ടാനായിട്ട് നല്ലൊരു വഴിയാണ് കേട്ടോ. എന്നും ഡെയിലി കിടക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് പാല് കുടിക്കുന്നത്. പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പാല് കാച്ചി കുടിക്കാന്നല്ല, 1/2 ഗ്ലാസ് പാലിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഒന്ന് തുടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. പാല് മാത്രമായിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അമിതമായിട്ട് കുറച്ചധികം വണ്ണം വെക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാലിൽ വെള്ളം ചേർത്തിട്ട് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ. ഇനി പാല് കുടിക്കുമ്പോൾ നമുക്ക് കവിൾ അത്യാവശ്യം വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഖം തുടുത്തിരിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, പാല് കുടിക്കുമ്പോൾ നമ്മൾ വായിൽ പാല് നിറച്ച് വെച്ചിട്ട് നമ്മൾ പതിയെ ഇറക്കി കുടിക്കുക. അങ്ങനെ കുടിക്കുന്നത് നമുക്ക് കവിളുണ്ടാവാനായിട്ട് നല്ലതാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കവിള് വെക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഉലുവ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ആ വെള്ളം തന്നെ കുറച്ച് കൂട്ടി അരച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ തേക്കുക. നമുക്കിപ്പോൾ കവിളാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കവിളിൻ്റെ ഭാഗത്ത് നന്നായിട്ട് തേച്ച് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയുന്നത് നല്ല തുടുത്ത കവിളുണ്ടാവാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം വേണ്ട ഒരു സാധനമാണല്ലേ വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. വെള്ളം ധാരാളം കുടിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരം ഒന്ന് തുടുത്ത് വരാനൊക്കെ, ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവാനൊക്കെ നല്ലതാണ്. ഇനി നമ്മുടെ മുഖം തുടുക്കാനാണെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കവിള് വേണമെന്നുള്ളവർ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം കുടിക്കാതെ വെള്ളം 2 കവിളിൽ ഹോൾഡ് ചെയ്ത് കുടിക്കുന്ന രീതിയിൽ കുടിക്കുക കേട്ടോ. അതായത് ഈ ഒരു രീതിയിൽ വായിൽ കുറച്ച് വെള്ളം ഹോൾഡ് ചെയ്ത ശേഷം പതിയെ കുടിക്കുക കേട്ടോ. ഈ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ കവിളിൻ്റെ ആ മസിൽസ് വീർത്ത് വരികയും നമ്മുടെ കവിളിന് നല്ല തുടുത്ത് വരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വായിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതായത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ 2-3 വട്ടമൊക്കെ വീതം ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഹോൾഡ് ചെയ്ത വെള്ളം ഈ ഒരു രീതിയിൽ ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നമുക്ക് കവിള് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചോറ് കഴിക്കുമല്ലോ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ കുട്ടി പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ നമ്മൾ ചോറ് വായിൽ 2 കവിളും നിറച്ച് ഹോൾഡ് ചെയ്ത് ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് തുടുത്ത കവിള് കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുഖം മാത്രം അത്യാവശ്യം തുടുത്തിരിക്കണം എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാല് കൊണ്ട് നമ്മുടെ മുഖം മസാജ് ചെയ്യുക. പിന്നെ നമ്മുടെ ഉലുവ പാക്ക് ഇടുക.
പിന്നെ നമ്മുടെ വെള്ളമൊക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വായു ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തിന് അത്യാവശ്യം നല്ല തുടുപ്പ് ഉണ്ടാവാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി പാലൊക്കെ കുടിക്കാൻ പറഞ്ഞ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം മാത്രമല്ല, നമ്മുടെ ഫുൾ ബോഡിയും കൂടെ തുടുപ്പ് വരാനായിട്ടും ചെറുതായിട്ട് നമുക്ക് വണ്ണം വെക്കാനായിട്ടൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മെലിഞ്ഞിരിക്കുന്നവർക്കാണെങ്കിലും കുറച്ചെങ്കിലൊക്കെ മുഖത്തിനൊക്കെ തുടുപ്പ് വേണം, കുറച്ചെങ്കിലൊക്കെ ഒരു തടിയൊക്കെ വെക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യുക. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഡെയിലി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാകും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഫലിച്ചില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് കഴിക്കാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.